അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ ഫോൾ മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതും കൂടി എടുക്കാം. നല്ല പൊടിയുണ്ട് കേട്ടോ, നമ്മുടെ ഹെയർ പാക്കിൻ്റെ ഒക്കെയാണ്. എടുക്കാം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 19ാമത്തെ ഡേ ആണ് കേട്ടോ. ഞാൻ ഡേ ഒക്കെ മറന്നുപോയി. അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ ഒരു 2-3 ദിവസം കൊണ്ട് വിട്ടേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡേ ഒക്കെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ പനിയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പം പാക്ക് കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പം ഞാൻ 2 ദിവസം കൊണ്ട് മുടിയിൽ ജടയോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചെയ്യാഞ്ഞുകൊണ്ട് എനിക്കിത് നിറയെ മുടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചീർപ്പിനകത്ത്. ഇതൊന്നും പോരാഞ്ഞ് തറയിൽ നിന്ന് എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. നിറച്ച് മുടി ഒഴിയുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജട എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് ജട എടുത്ത് ഓരോ ദിവസത്തെ ജട കളയാത്തതുകൊണ്ടുള്ള ഇതും പിന്നെ ഒരു പനിയുടെ ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും നന്നായിട്ട് കൊഴിയുന്നത്. അപ്പം ഇന്നത്തെ ഡേ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഈ വീക്കിൽ നമ്മൾ ഏകദേശം 2 പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ നമുക്ക് നന്നായിട്ട് സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കുന്ന, മുടിയൊക്കെ ക്ലീൻ ആക്കി എടുക്കേണ്ട സമയമാണ്. നമുക്ക് നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് ഓയിൽ എടുക്കുക, നിങ്ങളുടെ ഹെയർ ഓയിൽ എടുക്കുക. അതൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ചെറു ചൂടോടെ നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ട് കെട്ടി വയ്ക്കണം കേട്ടോ. മുടി കെട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ വെച്ചേക്കാം കേട്ടോ. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഷാമ്പു യൂസ് ചെയ്യുക. ഏത് ഷാമ്പു ആണോ നിങ്ങൾ എടുക്കുന്നത്, മാക്സിമം നിങ്ങൾ നാച്ചുറൽ ഷാമ്പൂസ് എടുക്കുക. അതായത് വീട്ടിലുണ്ടാക്കി എടുക്കുന്ന താടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഈ ഒരു ചലഞ്ചിലുടനീളം അങ്ങനത്തെ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത മെയിൻ പാക്സ്, എല്ലാ പാക്കുകളും എന്ന് പറയുന്നത് മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാൻ കൂടി സഹായിക്കുന്നതാണ്. നല്ലൊരു ബ്ലാക്ക് കളറും കൂടി കൊടുക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളല്ലാത്ത ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇട്ട് കൊടുത്ത എല്ലാ പാക്കുകളുടെയും എല്ലാ ഗുണങ്ങളും അത് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മാക്സിമം നല്ല നാച്ചുറൽ ആയിട്ടുള്ള താളികളോ ഷാമ്പൂസോ ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് സ്കാൽപ്പും ഹെയറും ഒക്കെ ക്ലീൻ ആക്കി വെക്കുക. ഇനി നമുക്ക് നാളത്തെ ഡേ അല്ല, മറ്റന്നാൾ നമുക്ക് വീണ്ടും ഹെയർ പാക്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നും ഞാനൊന്നും ചെയ്യണില്ല. അപ്പം ഞാൻ 2-3 ദിവസമായിട്ട് ഹെയർ വാഷ് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും മുടി കൊഴിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇനി എന്താ പറയുക, എല്ലാ ദിവസവും മുടി നന്നായിട്ട് ചീകിയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇത്രയും കൊഴിയത്തില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീണ്ടും ആ ഒരു റൊട്ടീനിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇനി മുടി ജട കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടി പിന്നിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് സേഫായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്നോളും. ബൈ.